ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ രുചി തേടിയുള്ള യാത്ര എത്തിയിരിക്കുന്നത് രാമേശ്വരത്താണ്. എൻ്റെ ഈ പിന്നിലായി കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ രാമേശ്വരം ക്ഷേത്രം. നമുക്കറിയാം, കാശി രാമേശ്വരം മുക്തി നേടാൻ ഏറ്റവും ഉചിതമായ ഹിന്ദുക്കളുടെ ഒരു ആരാധനാ കേന്ദ്രമാണ്. അപ്പോൾ ഈ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ശ്രീരാമസ്വാമിയുടെ ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം എന്നാണ് രാമേശ്വരം എന്ന പേര് ഇവിടെ അറിയപ്പെടാൻ കാരണം. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം എത്താനുള്ള പ്രധാന കവാടത്തിലാണ്. ഇതല്ല ആക്ച്വലി പ്രധാന കവാടം, അത് നമ്മളെ കടലിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പ്രധാന കവാടം സ്ഥിതി ചെയ്യുന്നത്. ഇനി ലോകപ്രശസ്തമായ മറ്റൊരു കാര്യം കൂടെ, മറ്റൊരു മോനുമെൻ്റ് കൂടെ ഈ രാമേശ്വരത്തുണ്ട്. അവിടേക്കാണ് എൻ്റെ അടുത്ത യാത്ര. വരുന്നോ? കാണാം. രാമേശ്വരം ക്ഷേത്ര ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ രാമേശ്വരത്തെത്തുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എങ്കിലും അദ്ദേഹം ജനിച്ച വീടിൻ്റെ മുന്നിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഈ ഇടവഴിയിലേക്ക് ഞാനും ഒന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സാറിൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾക്കടുത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായ ഡൽഹിയിലായിരുന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലി തിരിച്ച് ഈ പുസ്തകങ്ങളെല്ലാം തിരിച്ചിവിടെ കൊണ്ടുവന്നൊരു മ്യൂസിയമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. അബ്ദുൽ കലാം സാറിൻ്റെ ചേട്ടൻ്റെ മകൻ്റെ മകൻ ഷെയ്ഖ് ദാവൂദ്, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ കൂടെ ഒന്ന് ക്ഷണിക്കാം. സാർ പ്ലീസ്. ഹായ് സാർ, വി ആർ ഫ്രം കൗമുദി TV ആക്ച്വലി. ഇവിടെ ഇപ്പോൾ ഈ മ്യൂസിയത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇതെല്ലാം வந்து கலாமோட belongings, whatever we have it is. He had it in his home in New Delhi. So many people are visiting from all over the world. So we want to show them what is got it from people and universities and everything. So we have set up a small museum and people are getting inspired how from a simple beginning to achieve a lot of things in life. Yeah, right. മ്യൂസിയമായി മാറിയ കലാം സാറിൻ്റെ വീടിൻ്റെ മറ്റൊരു ഫ്ലോറിൽ എത്തിയപ്പോഴേക്കും നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഷെയ്ഖ് ദാവൂദ്, അദ്ദേഹത്തിൻ്റെ യങ്ങർ ബ്രദർ ഇവിടെയുണ്ട്, ഷെയ്ഖ് സലീം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അവാർഡ് ഭാരത് രത്നയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ മറ്റൊരു കൗതുകകരമായ കാഴ്ച കണ്ട് അതിൻ്റെ മുന്നിൽ ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. ഇത് നമ്മുടെ സുഖോയ് 30 എന്ന വിമാനത്തിൻ്റെ മോഡലാണ്. അതായത് സൂപ്പർസോണിക് വിമാനമാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന റഷ്യൻ നിർമ്മിതമായ ഇന്ത്യയുടെ യുദ്ധവിമാനമാണ്. ഇതിലാണ് ആദ്യമായിട്ട് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കുന്നത് വാർഫീൽഡിലേക്ക് വേണ്ടി. അതിനു മുമ്പ് ഇതുപോലൊരു സൂപ്പർസോണിക് വിമാനത്തിൽ ഇതുപോലുള്ള മിസൈൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ല. അത് നമുക്ക് ഇന്ത്യക്ക് അവകാശപ്പെടാണ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ അദ്ദേഹം അന്ന് ഈ സൂപ്പർസോണിക് വിമാനത്തിൽ തന്നെ അബ്ദുൽ കലാം സാർ ഒന്ന് ഫ്ലൈ ചെയ്തിരുന്നു. അത് നമുക്കൊക്കെ അന്ന് വലിയൊരു വാർത്തയായിരുന്നു. അതിൻ്റെ ഒരു ചിത്രം നമുക്ക് അവിടെ കാണാൻ പറ്റും. അന്ന് അദ്ദേഹം ഫ്ലൈ ചെയ്തപ്പോൾ ധരിച്ചിരുന്ന സ്പേസ് സ്യൂട്ടാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ആ വിമാനത്തിൻ്റെ മോഡലും നമുക്കിവിടെ കാണാം. Dr. Kalam, when he completed the schooling, when he was a school, he wants to become a pilot. Okay, first thing he has a dream of becoming a Indian Air Force pilot. So unfortunately he did not selected. So when he attended the interview, the 9 members attended.
but 8 people selected, but he got rejected because of the height. Okay, so he felt very bad about that because his dream to become a pilot. So then take some advice from some senior people, he joined ISRO. But he developed the cell with 3 satellites and rocket, everything, and also later he joined DRDO for creating the missiles for the securing our country. During that period also, he pioneered the BrahMos supersonic cruise missile with Russia with joint venture. After the become a president, Dr. Kalam, the dream still is burning, so he wanted to become a pilot. So he's a supreme commander of the all three armed forces. He wants to fly in the Sukhoi 30. So he flew in 2006 and he fulfilled his dream. Wow. So that is the main thing. The President Kalam's long-term dream fulfilled. ഇന്ത്യയുടെ തന്നെ ഏറ്റവും പരമോന്നത ബഹുമതി, ഇതിൻ്റെ മുകളിൽ ഇന്ത്യയിൽ മറ്റൊരു ബഹുമതിയില്ല. അതുതന്നെയാണ് ഏറ്റവും മുകളിലായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഭാരതരത്ന. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഭാരതരത്ന ഒന്ന് നേരിട്ട് കാണുന്നത്. ഈ കാണുന്നത് ഭാരതരത്ന, അടുത്ത പത്മവിഭൂഷൺ, ദെൻ പത്മഭൂഷൺ. അപ്പോൾ നമ്മൾ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കഴിഞ്ഞ് നേരെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാൻ അഥവാ സ്മൃതി മണ്ഡപത്തിലാണ്. സ്മൃതി മണ്ഡപത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന വലിയ ഒരു നിർമ്മിതിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമുക്കതിനകത്ത് പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം ഒരു മൊബൈൽ ഫോൺ പോലും അതിനകത്ത് അലോ ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില തോട്ടുകളും പിന്നെ റോക്കറ്റിൻ്റെ മോഡൽസും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ട കാഴ്ചയ്ക്കപ്പുറം രാമേശ്വരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്ന മറ്റൊരു പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാമ്പൻ പാലം. പാമ്പൻ പാലത്തെക്കുറിച്ച് ആദ്യം പറയണമെങ്കിൽ ആദ്യം ഈ കാണുന്ന പാലത്തെക്കുറിച്ച് വേണം പറയാൻ. രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ദ്വീപായിരുന്നു. രാമേശ്വരം എന്ന ദ്വീപിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ കാണുന്ന റെയിൽവേ ബ്രിഡ്ജ്. ഏകദേശം 2 കിലോമീറ്ററിന് മുകളിലാണ് ഈ റെയിൽവേ ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് 1914 ഈ പാമ്പൻ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നുണ്ടാവും, ഒരു വലിയ ഈ പാലത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് മറ്റ് സപ്പോർട്ടൊന്നും ഇല്ലാതെ ആ പാലം നിൽക്കുന്നത് കപ്പൽ ചാലാണ്. കപ്പൽ വരുമ്പോഴേക്ക് ഈ പാലം രണ്ടായിട്ട് ഇങ്ങനെ ഉയർന്ന് കപ്പലിന് പോകാനായിട്ട് ഒരു ആർച്ച് പോലെ ഇത് ഉയർന്ന് മാറിക്കൊടുക്കും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കടലിനും കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഒന്ന് ഇന്ത്യൻ ഓഷനും ഒന്ന് ബേ ഓഫ് ബംഗാളുമാണ്. നമ്മൾ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്ന ബേ ഓഫ് ബംഗാളാണ്. അപ്പുറത്ത് വേറൊരു കളറിലായിട്ട് ഒരു കടും കളറിൽ കാണുന്നത് ബേ ഓഫ് ബംഗാളും നമ്മൾ ലൈറ്റായിട്ട് കാണുന്നത് ഇന്ത്യൻ ഓഷനുമാണ്. പിന്നെ ഇനി ഞാൻ ഈ നിൽക്കുന്ന പാലത്തെക്കുറിച്ച് പറയാം. ഇതുപോലെ റെയിൽ ഗതാഗതം മാത്രമേ പണ്ട് രാമേശ്വരവുമായി ബന്ധപ്പെടാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കരഗതാഗതത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു മഹത്തായ നിർമ്മിതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ശരിക്കും പാമ്പൻ പാലം എന്നറിയപ്പെടുന്നത്. ഇത് ഏകദേശം 2.5 കിലോമീറ്ററിന് മുകളിൽ ഇതിന് നീളമുണ്ട്. ഇത് നിർമ്മിച്ചത് 1988 ഇന്ദിരാഗാന്ധിയാണ് ഇത് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ തുടങ്ങുകയാണ്. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ
വിശേഷത്തിലേക്ക്. ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ വിശേഷം എന്ത് പറയും എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ രാമേശ്വരം ക്ഷേത്രത്തിന്റെ നടയിലോട്ട് പോകുന്ന വഴി തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ രുചി തേടി എത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഇവിടുന്ന് ഒരു ഫിഷിന്റെ ഇനമാണ് ചേട്ടൻ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ചേട്ടന്റെ പേര് പെരിയസ്വാമി. പൊളിച്ച് പെരിയസ്വാമി ചേട്ടനാണ് ഇവിടുത്തെ ഷെഫ്. ചെട്ടിനാട് കുക്കിങ്ങിൽ ഏറ്റവും പേര് കേട്ട ആളാണ് ഈ ചേട്ടൻ പെരിയസ്വാമി. ഇത് എന്താ ഫിഷ് സാർ? ചെറയ. ഇതോടെ പേരെന്നാ? ഇത് ഓറ. ഓറ. അപ്പൊ ചേട്ടാ ഇതോட ഇൻഗ്രീഡിയൻസ് എന്നാ? ചില്ലി, ഇഞ്ചി പേസ്റ്റ്, സാൾട്ട്, എഗ്. அவ்வளவுதான். എഗ്, ചാറ്റ് മസാല, പെപ്പർ, ഇത് ആയിൽ പൊടി, ആയില്, ടൊമാറ്റോ, ഓണിയൻ, ലെമൺ, മല്ലിയില, കറിവേപ്പില. ഇത്രയും വേണം. നമ്മളെ കേരളത്തിലുള്ള അതേ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മീന് മസാല തേക്കാനായിട്ട് അതിനെ ഒന്ന് വരച്ചൊക്കെ. അടുത്ത് ഓറാ മീൻ. ഓറാ മീൻ. ശരി. എന്റെ ഉപ്പകത്ത് കയറാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ശരി. ഉപ്പിട്ടു. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു എഗ് ഒരെണ്ണം. ഓക്കെ. തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കൈ കൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ വാരിയിടും. അത് ഇവിടുത്തെ ഒരു എന്താണ് സ്നേഹബന്ധത്തിന്റെ ഒരു കാര്യം കൂടെയാണ്. യെസ്, ചില്ലി. ചില്ലിയും കൈ കൊണ്ട് തന്നെ. ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ. നിറയെ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. സ്പൂണും കയറി. എന്റെ മുന്നിലോട്ട് അത് വെച്ച് അടുത്തെന്താ പരിപാടി നോക്കട്ടെ. ലെമൺ. ഇതവരുത് ലെമൺ കൊണ്ടുവാ. അതെ, ലെമൺ കൊണ്ടുവന്നു. യെസ്, തമിഴ്നാട് ചെട്ടിനാട് സ്റ്റൈലാണ്. അപ്പോൾ നാരങ്ങയും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പുളിയും ഉപ്പും തീ കൊടുക്കാൻ പോവാണ്. നമ്മുടെ കടായി ഇറങ്ങി. എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് പൊരിച്ചെടുത്തതിന് ശേഷമാണ് കറി വെക്കുന്നത് അല്ലേ? ഓ, നമ്മുടെ ഫിഷ് മോളിയുടെ പോലത്തെ ഒരു സ്റ്റൈലാണ് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് അടുത്ത പരിപാടി. അപ്പോൾ അടുത്ത് നമുക്കിത് എണ്ണ തിളച്ചല്ലേ? ശരി, അപ്പം പൊരിക്കാം. ഫുള്ള എണ്ണയിൽ മുക്കി അതിനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് കൂടെ കത്തിക്കുക തീ. ഇതിൻ്റെ ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണ്. ഇതൊക്കെയാണല്ലേ സാധാരണ നമ്മളുടെ കറികളിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് നാട് മാറിയപ്പോൾ തന്നെ. അദ്ദേഹം ഓടി നടന്നൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. അതൊന്ന് തന്നെ കുറച്ച് എണ്ണ ഇപ്പുറത്തോട്ട് മാറ്റി. കറിവേപ്പില. അടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത ഓണിയനും ടൊമാറ്റോയും കൂടെ അതിലേക്ക് ഇട്ടു. 100 ഗ്രാം വെങ്കായം, 100 ഗ്രാം തക്കാളി, 100 ഗ്രാം സവാളയും 100 ഗ്രാം തക്കാളിയും. ഏകദേശം ഒരു 600 ഗ്രാം അല്ലെ, 1/2 കിലോയ്ക്ക് മേളിൽ മീൻ നമ്മുടെ കയ്യിലുണ്ട്. മീനിനെ ഒരേ സമയത്തൊന്ന് തിരിച്ചിട്ടു. പിന്നെ ഇതൊരു വളരെ റഷായിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെയും ഒക്കെ ഒരു സൗണ്ട് വരുന്നുണ്ടാവാം. 2 സ്റ്റവ് ഒരേ സമയത്ത് പ്രവർത്തിക്കുന്ന കാരണം ബും എന്ന് പറയുന്ന സൗണ്ടും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു സൗണ്ട് ഉണ്ടാവും, ക്ഷമിച്ചോളൂ. അടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 സ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ചില്ലി പൗഡർ, സോൾട്ട്. രാമേശ്വരത്ത് എത്തിയപ്പോഴേക്കും വലിയൊരു ശാസ്ത്രജ്ഞന്റെ കഥ പറഞ്ഞായിരുന്നു തുടങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ അടുക്കളയാണല്ലോ ഒരു വീട്ടിലെ ഏറ്റവും വലിയ പരീക്ഷണശാല. മറ്റൊരു പരീക്ഷണശാലയിലേക്കും കടന്നെത്തി. അങ്ങനെ രാമേശ്വരത്ത് നിന്ന് പുതിയൊരു രുചിയുടെ കഥ കൂടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഏടുകളിൽ എഴുതി ചേർത്ത് തുടങ്ങിക്കഴിഞ്ഞു. 2 മീനും ഇതിലോട്ടിട്ടു.
അതെന്നാ മസാലപ്പാ? மீன் மசாலா. മീൻ മസാല ഇട്ട് മീൻ മസാല വെള്ളത്തിലെ പോട്ട് ചൂടാക്കി എടുക്കുന്നല്ലേ? ഇപ്പൊ ഫിഷ് മസാല വെള്ളത്തിൽ ചേർത്ത് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് കാണാം എന്താ പരിപാടിയെന്ന്. വിവിധ പരിപാടികളാണ് കേട്ടോ. ആ തിളപ്പിച്ചതിനെ ഇപ്പുറത്തേക്ക് ഒഴുകി. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയും തയ്യാറായോ? ഇനി ഈ പാത്രം എടുത്ത് അവിടെ വെക്കാവോ? എന്ത് ക്യാമറയ്ക്കാ? ഒരു ക്യാമറ അപ്പുറത്തുണ്ട് ഇതിനെ ഒപ്പിയെടുക്കാൻ. അതുകൊണ്ട് ഈ പാത്രം ഒന്ന് ഞാൻ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത് നിങ്ങൾക്ക് നല്ല സൗകര്യപ്രദമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഒന്ന് മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഫിഷ് കറിയുടെ. കുറച്ച് മല്ലിയില കൂടെ അതിലോട്ട്. മല്ലിത്തല എന്നാണ് പറയേണ്ടത് അല്ലേ? തമിഴ്നാട്ടിലുള്ള മല്ലിത്തല. മല്ലിത്തല. നമുക്ക് അങ്ങ് മല്ലിയില, നമുക്ക് മല്ലിത്തല. ലെമൺ സ്ക്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇത് മുടിഞ്ചിരിച്ച് ഫിഷ് ചെട്ടിനാട് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പെരിയസ്വാമി ചേട്ടൻ്റെ വക. ഓറ മീൻ എങ്കിട്ട് കിടച്ചിരിക്ക്. അന്ത മീൻ ചിറയ. ഓറയും ചിറയനും ഓറച്ചിറയാൻ. ഈ ഒരു രുചി അല്ലെങ്കിൽ ഈ ഒരു മണം തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള എല്ലാവർക്കും പരിചിതമായിരിക്കും. നമ്മുടെ രസത്തിൻ്റെയും സാമ്പാറിൻ്റെയൊക്കെ ഒരു മണം ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഫിഷ് കറി എന്നതിലുപരിയായിട്ട് അതിൽ കുറച്ച് ചാറ്റ് മസാല അദ്ദേഹം വിതറി. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടോളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആദ്യം നമുക്ക് ഓറയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ? ചാറ്റ് മസാലയുടെ എല്ലാം ഒരു ടേസ്റ്റ് റിയലി ഞാൻ എൻജോയ് பண்ணிட்டே இருக்கு. சூப்பரா இருக்கு ചേട്ടാ, സൂപ്പർ, പ്രമാദമായിരിക്കും. ഇനി നമുക്ക് ചിറ നോക്കാം. ചിറ കറക്റ്റ്. ஓர கொஞ்சம் கூட பிடிச்சிருக்கு. சிறா சூப்பரா இருக்கு. ஆனா இது இந்த மீன் தான் சூப்பரா இது கொஞ்சம் கூட டேஸ்ட் இதுக்கு இருக்கு. ஆனா ரொம்ப അല്ല ഞാൻ ഇതിന് തമിഴ് പറയണല്ലേ, ഇത് എക്സലന്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് ചോറൊന്നും വേണ്ട കേട്ടോ. എനിക്ക് തോന്നും ചുമ്മാ ഇരുന്ന് ഇതിനെ ഒന്നുമില്ലാതെ തന്നെ നന്നായിട്ട് കഴിക്കാം. നല്ല രുചിയോടെ ഫുള്ളായിട്ട് വയറ്റിനകത്തേക്ക് വിടാം. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ കാണണോ? ദേ എടുത്തോളൂ. റീക്യാപ്പ്. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ രാമേശ്വരത്തെ എപ്പിസോഡ് തൽക്കാലം ഞാനങ്ങോട്ട് പൂർത്തിയാക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലെ മറ്റൊരു എപ്പിസോഡും മറ്റൊരു നാടിന്റെ കഥയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഒരു രുചി അടുപ്പം. അപ്പോൾ തൽക്കാലം ടാറ്റ, ബൈ ബൈ. അടുത്ത ആഴ്ച കാണാൻ മറക്കണ്ട. ഈസ്റ്റേ സോൾട്ട് ആൻഡ് പെപ്പർ. ഒരു ടാറ്റ പറയാമോ? വണക്കം. വണക്കം. വണക്കം.